അൻവറും UDF-ഉം തൽക്കാലം സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണ. മുന്നണി പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമായിട്ടില്ല. അൻവറിന്റെ ആവശ്യങ്ങൾ UDF-ൽ ചർച്ച ചെയ്ത ശേഷം കോൺഗ്രസ് തീരുമാനം അറിയിക്കും. കോൺഗ്രസ് നേതാക്കളും PV അൻവറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സഹകരണത്തിന് ധാരണയായത്. UDF പ്രവേശനമടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ അൻവർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇക്കാര്യത്തിൽ കോൺഗ്രസിലെ ധാരണകൾ നേതാക്കൾ അൻവറിനെ തിരിച്ചും അറിയിച്ചു. പാർട്ടിയിലും UDF-ലും കൂടുതൽ ചർച്ചകൾ അനിവാര്യമാണെന്നും കോൺഗ്രസ് നേതൃത്വം അൻവറിനെ അറിയിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇരുവരും തീരുമാനിച്ചു. PV അൻവർ ഒരു ഉപാധി മുന്നോട്ട് വെച്ചില്ലെന്നായിരുന്നു KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞത്. ചർച്ചയിൽ പൂർണ്ണ സംതൃപ്തി എന്ന് പറഞ്ഞ അൻവർ തൃണമൂൽ കോൺഗ്രസിനെ ഇട്ടെറിഞ്ഞ് UDF-ലേക്ക് പോകാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി. 1 മണിക്കൂർ നീണ്ടുനിന്ന അധ്യക്ഷതയിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവരാണ് കോൺഗ്രസ് നിലപാട് അൻവറിനോട് വിശദീകരിച്ചത്. തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ എടുക്കുന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ചില തടസ്സങ്ങളുണ്ട്. മുസ്ലിം ലീഗും അൻവറിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. PV അൻവർ കോൺഗ്രസുമായി UDF-ഉമായി സഹകരിക്കുമെന്നും മുന്നണി പ്രവേശനം UDF ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും അറിയിച്ചു. PV അൻവറുമായി വിശദമായി സംസാരിച്ചു. അദ്ദേഹം കോൺഗ്രസുമായി UDF-ഉമായും സഹകരിച്ചു നിൽക്കും. അത് സംബന്ധിച്ച് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ കോൺഗ്രസിലും UDF-ലും ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് അദ്ദേഹത്തെ അറിയിക്കും. ഒപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. ആ സഹകരണം ഞങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. മുന്നണിയുമായി ആലോചിക്കാതെ മുന്നണി പ്രവേശനത്തെക്കുറിച്ച് പറയാനാകില്ല. എല്ലാ UDF ഘടകകക്ഷികളുമായും ചർച്ച ചെയ്ത ശേഷം മാത്രമേ മുന്നണി പ്രവേശനം സംബന്ധിച്ച് തീരുമാനമെടുക്കാനാകൂ. കോൺഗ്രസും UDF-ഉം പ്രഖ്യാപിക്കുന്ന ഏതു സ്ഥാനാർത്ഥിക്കും PV അൻവർ പരിപൂർണ പിന്തുണ നൽകുമെന്നാണ് അറിയിക്കുന്നത്. അദ്ദേഹവുമായി സഹകരിച്ച് പ്രവർത്തിക്കും. കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം ഘടകകക്ഷികൾക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന രീതി UDF-നില്ല. 9 വർഷം നിലമ്പൂരിൽ MLA ആയിരുന്ന അൻവറിന്റെ പിന്തുണ UDF-ന് ഗുണം ചെയ്യുമെന്നും സതീശൻ പറഞ്ഞു.